ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം ഉണ്ടാകട്ടെ. ഇന്ന് പ്രഭാതത്തിൽ ദൈവജനവുമായി സംസാരിക്കാൻ പരിശുദ്ധാത്മാവിൻ്റെ ഹൃദയത്തിൽ പ്രേരണ എന്ന ദൈവത്തിൻ്റെ വചനം ഫിലിപ്പിയ ലേഖനം 4-ാം അധ്യായം 6-ാമത്തെ വാക്യം. ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത്, എല്ലാറ്റിലും പ്രാർത്ഥനയാലും അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടുകൂടി ദൈവത്തോട് അറിയിക്കുക അത്രയും വേണ്ടത്. അപ്പോസ്തലനായ പൗലോസ് എഴുതിയ ലേഖനങ്ങളിൽ 4 ലേഖനങ്ങളെ കാരാഗ്രഹ ലേഖനങ്ങളായിട്ടാണ് അറിയപ്പെടുന്നത്. കാരണം പൗലോസ് കാരാഗ്രഹത്തിൽ കിടന്നുകൊണ്ട് എഴുതിയ ലേഖനങ്ങളാണത്. പ്രത്യേകിച്ച് ഫിലിപ്പിയ ലേഖനത്തിൻ്റെ ഒരു പ്രത്യേകത എന്നുള്ളത് സന്തോഷിക്കുവാൻ വേണ്ടി ജനത്തെ ആഹ്വാനം ചെയ്യുന്ന ലേഖനമാണ്. ഇവിടെ പ്രത്യേകിച്ച് പറയുന്നുണ്ട്, എപ്പോഴും സന്തോഷിക്കുക. 4-ാം അധ്യായം 4-ാമത്തെ വാക്യത്തിലെ കർത്താവിൽ എപ്പോഴും സന്തോഷിക്കുവിൻ എന്ന് ഞാൻ പിന്നെയും പറയുന്നു. അപ്പോൾ നോക്കണം, നമ്മുടെ സന്തോഷത്തെ കെടുത്തുന്ന കുറേ മേഖലകളുണ്ട്. ഒരു മനുഷ്യൻ്റെ സന്തോഷത്തെ കെടുത്തുന്ന മേഖല എന്നുള്ളത് ഇവിടെ പൗലോസ് അത് വ്യക്തമായി പറയുന്നു. സ്തോത്രം, അത് ആവശ്യങ്ങളാണ്, മനുഷ്യൻ്റെ ആവശ്യങ്ങൾ ഒരിക്കലും കുറയുന്നില്ല. ചിലപ്പോൾ നമ്മൾ ഓർക്കും, അത് ഭൗതികമായ കുറവുണ്ടായിരുന്ന ഒരു കാലഘട്ടത്തിൽ ആവശ്യം കുറവാണ്. ഭൗതികത കൂടുന്നതനുസരിച്ച് ആവശ്യങ്ങൾ കൂടിക്കൊണ്ടിരിക്കും. ഒരു മനുഷ്യന് ചിലപ്പോൾ ഒരു സൈക്കിൾ കൊണ്ട് ജീവിക്കാൻ പറ്റും, നടന്നു പോയി ജീവിക്കുന്ന കാലഘട്ടമുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് സൈക്കിൾ കഴിയുമ്പോൾ സ്കൂട്ടർ കഴിയുമ്പോൾ കാറ് കഴിയുമ്പോൾ വലിയ കാറുകൾ, പിന്നെ ഫ്ലൈറ്റ് എന്ന് വെച്ചാൽ ആവശ്യങ്ങൾ നമ്മൾക്ക് ഓരോ ദിവസവും അത് കൂടിക്കൊണ്ടിരിക്കുക. സ്തോത്രം, ആഹാരത്തിൻ്റെ കാര്യങ്ങൾ, വസ്ത്രത്തിൻ്റെ കാര്യങ്ങൾ, പാർപ്പിടത്തിൻ്റെ കാര്യങ്ങൾ, സ്തോത്രം, തലമുറയുടെ ഭാവി മേഖലയുള്ള കാര്യങ്ങൾ. ഒരിക്കൽ ഞാൻ ഇങ്ങനെ കേട്ടിട്ടുണ്ട്, ഒരു മനുഷ്യൻ ആകുലപ്പെട്ട് ഇരിക്കുമ്പോൾ തൻ്റെ പണകാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്ന അക്കൗണ്ടൻ്റ് ആയിരിക്കുന്ന ഒരു മനുഷ്യൻ വന്ന് ചോദിച്ചു, എന്തിനാണ് താങ്കൾ ഈ ആകുലപ്പെട്ടിരിക്കുന്നത്? വളരെ സമ്പന്നനായ ധനികനായ ഇരിക്കുന്ന ആ മനുഷ്യൻ ആകുലപ്പെട്ടിരിക്കുന്നത് കണ്ടിട്ട് ചോദിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞു, എൻ്റെ ഭാവിയെക്കുറിച്ച് ഞാൻ ആകുലപ്പെടുക. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, നിൻ്റെ 20 തലമുറ വരെ ഇനിയും ഈ ബിസിനസ് തുടർന്നില്ലെങ്കിൽ, ഈ ബിസിനസ് ഇവിടെ വെച്ച് നിർത്തിയാലും നിൻ്റെ 20 തലമുറയ്ക്ക് ജീവിക്കുവാനുള്ളതെല്ലാം നീ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്തിനാണ് 20 തലമുറയ്ക്കുള്ളത് നീ ഉണ്ടാക്കി ഇപ്പോൾ ബിസിനസ് നിർത്തിയാലുണ്ട് എന്ന് പറയുമ്പോൾ അദ്ദേഹം പറഞ്ഞുവെന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്, 21-ാമത്തെ തലമുറ എങ്ങനെ ജീവിക്കും എന്നുള്ളതിനെക്കുറിച്ചാണ് ആകുലത. അപ്പോൾ നോക്കണം, 21-ാമത്തെ തലമുറ ജീവിക്കുന്നതിനെക്കുറിച്ച് ആകുലപ്പെടുവാൻ തക്കവണ്ണം ആ മനുഷ്യൻ്റെ മനസ്സ് ആകുലപ്പെടുന്നു എന്ന് പറയുമ്പോൾ ആവശ്യങ്ങളും ആകുലതകളും പ്രശ്നങ്ങളും ഒന്നും ഒരിക്കലും കുറയുന്നില്ല. അതൊരു ഭക്തൻ്റെ ജീവിതത്തിലും കുറയുന്നില്ല, ഈ ലോക മനുഷ്യൻ്റെ ജീവിതത്തിൽ അത് കുറയുന്നില്ല. ആവശ്യങ്ങൾ ഓരോ ദിവസവും കൂടിക്കൊണ്ടിരിക്കും. എന്നാൽ പൗലോസ് ഇവിടെ പറയുകയാണ്, നിങ്ങളുടെ ആവശ്യങ്ങൾ കുറയുമെന്നോ ആവശ്യങ്ങൾ അത് ഇല്ലാതെയാകുമോ എന്നൊന്നും പൗലോസ് പറയുന്നില്ല. പ്രൈസ് ദി ലോർഡ്. ഇപ്പോൾ നമ്മുടെ ആവശ്യങ്ങൾ ആകുലതകളിലേക്ക് പോകും. പ്രൈസ് ദി ലോർഡ്. അത് കർത്താവ് തന്നെ പറയുന്നുണ്ട്. സ്തോത്രം, നിങ്ങൾ വിചാരപ്പെടരുത്, നിങ്ങൾ ആകുലപ്പെടരുത് എന്ന് കർത്താവ് തന്നെ പറയുന്ന ഭാഗം നമുക്കറിയാം. ഞാനിവിടെ പറയുവാൻ ആഗ്രഹിക്കുന്ന ഒരു ചിന്ത എന്നുള്ളത്, ആവശ്യങ്ങൾ നമ്മളെ ആകുലതയിലേക്കും ആകുലതകൾ നമ്മളെ രോഗങ്ങളിൽ അല്ലെങ്കിൽ നമ്മുടെ ശാരീരിക ക്ലേശങ്ങളിൽ, മാനസിക ക്ലേശങ്ങളിലൊക്കെ മാറ്റുകയാണ്. എന്ന് വെച്ചാൽ നമ്മുടെ സന്തോഷങ്ങളെ മുഴുവനും നശിപ്പിച്ചു കളയും. അത് എല്ലാവർക്കും ഇതുണ്ടാകും, എല്ലാവർക്കും. എന്നാൽ പൗലോസ് അതിൽ നിന്ന് ഒരു മനുഷ്യൻ രക്ഷപ്പെടാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അവൻ ചെയ്യേണ്ട കാര്യങ്ങൾ, അല്ലെങ്കിൽ അവൻ്റെ സന്തോഷം നിലനിൽക്കണമെങ്കിൽ, സ്തോത്രം, അവിടെ പൗലോസ് പറയുകയാണ്, സ്തോത്രം, കർത്താവിൽ നാം ആകുക എന്നുള്ളതാണ്. ഒന്ന്, കർത്താവിലാകുക. രണ്ടാമതായ മേഖലയിൽ പൗലോസ് പറയുന്നത് ഇങ്ങനെയാണ്, സ്തോത്രം, ആവശ്യങ്ങൾ സ്തോത്രത്തോടെ കർത്താവിനോട് ചെന്നങ്ങ് പറയുക എന്നുള്ളത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമുക്കറിയാം, നമ്മുടെ വീട്ടിൽ കുഞ്ഞുങ്ങളുണ്ട്. സ്തോത്രം, പിറ്റേ ദിവസം അല്ലെങ്കിൽ 2 ദിവസം കഴിയുമ്പോൾ അതിന് സ്പോർട്സിന് പോകണം, ഡ്രസ്സ് വേണമായിരിക്കാം, അല്ലെങ്കിൽ സ്കൂളിലെ ഏതെങ്കിലും ഒരു നീഡ്സ് അവൻ ആവശ്യമുണ്ടായിരിക്കും. അപ്പോൾ വന്നിട്ട്, പപ്പ എനിക്ക് നാളെ സ്കൂളിൽ ഇന്നത് കൊണ്ടുപോകണം എന്ന് പറയുന്നു. അവൻ അത് വന്ന് അപ്പനോട് പറഞ്ഞ ശേഷം അവൻ ഫ്രീ ആയി. പിന്നെ അവൻ അറിയാം, എൻ്റെ പിതാവ് സ്തോത്രം സ്പോർട്സിന് കൊണ്ടുപോകുവാനുള്ള ഡ്രസ്സ് എനിക്ക് ഇവിടെ വാങ്ങിച്ചു വച്ചിരിക്കും. അല്ലെങ്കിൽ ചിലപ്പോൾ അപ്പനോട് ഒന്നോട് ഓർമ്മിപ്പിക്കും, അടി വാങ്ങിച്ചിട്ടുണ്ടോ എന്ന് വെച്ചാൽ, സ്തോത്രം, അത് അപ്പനോട് പോയി പറയുക എന്നുള്ളതാണ് അവൻ്റെ കടപ്പാട്. അപ്പൊ ഇന്ന് പകൽക്കാലം, സ്തോത്രം, ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത് ദൈവത്തോട് പോയി കാര്യങ്ങൾ പറയുക. എങ്ങനെ പറയണമെന്ന് എഴുതിയിട്ടുണ്ട്? സ്തോത്രത്തോടെ.
നന്ദിയോടെ അത് പറയുക എന്നുള്ളതാണ്. സ്തോത്രം. ഇന്ന് പകൽക്കാലം നാം നന്ദിയോടെ എന്ന് വെച്ചാൽ ഇന്നലകളിൽ നാം ചെയ്തതും നമുക്ക് ലഭിച്ചതും ഇന്നലകളിൽ നാം പ്രാപിച്ചതുമായ വിഷയങ്ങൾക്ക് നമ്മളെപ്പോഴും നന്ദിയുള്ളവരായിരിക്കണം. സ്തോത്രം. താങ്ക്സ്. അല്ല, നന്ദി ഉണ്ടാകുക. ദൈവത്തോട് അത് അറിയിക്കുക. എങ്ങനെ അറിയിക്കണം? സ്തോത്രത്തോടെ അറിയിക്കുക. അത് മാത്രമാണ് നമ്മുടെ അതിൽ പാർട്ടുള്ളത്. അങ്ങനെ ഒരുവൻ സ്തോത്രത്തോടെ ദൈവത്തോട് ആ വിഷയം അറിയിച്ചാൽ എന്ത് സംഭവിക്കുമെന്ന് 7-ാമത്തെ വാക്യത്തിൽ എഴുതിയിട്ടുണ്ട്. 4:7 ഇങ്ങനെയാണ്: എന്നാൽ സകല ബുദ്ധിയെയും കവിയുന്ന ദൈവസമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെയും നിലവുകളെയും ക്രിസ്തുയേശുവിങ്കൽ കാക്കും. അപ്പോൾ സന്തോഷം കിട്ടുന്നതിൻ്റെ കാരണമെന്നുള്ളത് ദൈവത്തോട് പറഞ്ഞു കഴിയുമ്പോൾ നമ്മുടെ ഉള്ളിൽ നിറയുന്ന ഒരു സമാധാനമുണ്ട്. ആ സമാധാനത്തിൽ നിന്നാണ് നമ്മുടെ സന്തോഷം വരുന്നത്. പ്രൈസ് ദി ലോർഡ്. ഈ ലോകത്തിലെ ആളുകൾ ഹല്ലേലൂയ സ്തോത്രം പുറത്തു നിന്ന് സന്തോഷത്തെ ഹല്ലേലൂയ അകത്തേക്ക് കയറ്റാൻ നോക്കുക. അങ്ങനെയല്ല. ക്രിസ്തീയ ജീവിതത്തിൻ്റെ ഏറ്റവും പരമപ്രധാനമായ വിഷയം അകത്ത് നിന്നാണ് ഇത് പുറത്തേക്ക് വരുന്നത്. സ്തോത്രം. അപ്പോൾ നമ്മൾ ദൈവത്തോട് ഈ വിഷയം ചെന്ന് പറഞ്ഞു കഴിയുമ്പോൾ നമ്മുടെ ഹൃദയത്തിനകത്ത് വലിയൊരു സമാധാനം നിറയുക. സ്തോത്രം. നോക്കണം, ലാസറും ദീനമായി കിടക്കുമ്പോൾ ആ സഹോദരിമാർ യേശുവിനെ അറിയിക്കുന്നു. അപ്പോൾ ആ യേശുവിനെ അറിയിക്കുമ്പോൾ തന്നെ സ്തോത്രം, യേശു അറിഞ്ഞു. പ്രൈസ് ദി ലോർഡ്. അവിടെ ഒരു പരിഹാരം വന്നു എന്ന് ഹൃദയത്തിനകത്ത് നിറയുന്ന ഒരു സമാധാനമുണ്ട്. ആ സമാധാനത്തിൽ നിന്നാണ് നമ്മുടെ ജീവിതത്തിൽ സന്തോഷം ഉളവാക്കേണ്ടത്. ആ സന്തോഷമാണ് നഷ്ടപ്പെട്ടു പോകാത്ത സന്തോഷം. പ്രതിയാൽക്കൊരു സ്തോത്ര അപ്പോസ്തലപ്രവൃത്തിയിൽ സ്തോത്രം ഏതാണ്ട് 17 പ്രാർത്ഥനകൾ കിടപ്പുണ്ട്. 17 പ്രാർത്ഥന. സ്തോത്രം. അത് 1:14, അതായത് അപ്പോസ്തലപ്രവൃത്തി 1:14 120 പേര് സ്തോത്രം പ്രാർത്ഥിച്ചുകൊണ്ട് അപ്പോൾ ദൈവത്തോട് കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ മുമ്പിൽ അവരുടെ വിഷയങ്ങളെ ചെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ സ്തോത്രം. നോക്കണം, അവർ കൂടിയിരുന്ന് ദൈവത്തോട് കാര്യങ്ങൾ പറയുക. അപ്പോൾ ഇന്ന് പകൽക്കാലം ദൈവത്തോടാണ് നമ്മുടെ കാര്യങ്ങൾ പോയി പറയണം, മനുഷ്യനോടല്ല. മനുഷ്യനോട് പറഞ്ഞാൽ ഒന്നുകിൽ ചിലപ്പോൾ താൽക്കാലികത്തേക്ക് ഒരു ആശ്വാസമൊക്കെ പറഞ്ഞു തരും. പക്ഷേ അത് പിന്നീട് സ്തോത്രം അവരുടെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും ഒക്കെ അത് തിരിച്ചു പറയാനൊക്കെ കാരണമായി തീരും. എന്നാൽ ദൈവത്തോട് ആ വിഷയങ്ങളൊക്കെ പോയി പറഞ്ഞാൽ സ്തോത്രം ദൈവം ഒരു മനുഷ്യൻ പോലും അറിയാതെ ആ കാര്യത്തിനൊക്കെ പരിഹാരം ചെയ്തു തരും. ഇന്ന് പകൽക്കാലം ഞാൻ ഈ മെസ്സേജ് വളരെ ദീർഘമായി കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നില്ല. ഒരു കാര്യം മാത്രം പറയുവാനാണ് ഈ ചിന്ത ഞാൻ കൊണ്ടുവന്നത്. സ്തോത്രം. അപ്പോസ്തലരുടെ 17 പ്രാർത്ഥനകളും നമ്മൾ വിശദമായി പഠിക്കേണ്ടതാണ്. സ്തോത്രം. ഈ തുടങ്ങുന്ന 120 പേർ ഒന്നിച്ചിരുന്ന് പ്രാർത്ഥിച്ച് തുടങ്ങിയ പ്രാർത്ഥനകൾ സ്തോത്രം ഹല്ലേലൂയ. അത് മുന്നോട്ട് നമ്മൾ പോകുമ്പോൾ ആ പ്രാർത്ഥന അന്തരീക്ഷം എല്ലാം കാണാം. സഭയുടെ വളർച്ച നിലനിൽക്കുന്നത് ആ പ്രാർത്ഥനയില്ല. സ്തോത്രം. വ്യക്തിയുടെ ഉയർച്ച നിലനിൽക്കുന്ന പ്രാർത്ഥനയില്ല. സ്തോത്രം. കർത്താവ് പത്രോസ് തൻ്റെ ഇടയ്ക്കിലേക്ക് മാനസാന്തരത്തിന് വേണ്ടി കടന്നു വന്ന ജനത്തോട് പറഞ്ഞൊരു കാര്യമാണ് പ്രാർത്ഥന കഴിക്കുക, പ്രാർത്ഥിക്കുക. കർത്താവ് തന്നെ പിതാവിനോട് എല്ലാ സമയത്തും കാര്യങ്ങൾ ചെന്ന് പറയുമായിരുന്നു. നമ്മുടെ ജോലി കാര്യങ്ങളിൽ സ്തോത്രം എപ്പോഴും റിപ്പോർട്ട് എന്നൊരു പദമുണ്ട്. റിപ്പോർട്ട് ആൻഡ് റെക്കോർഡ് എന്ന ഒരു കാര്യം നമ്മൾ കണ്ടാൽ റിപ്പോർട്ട് ചെയ്യണം, അതിനുശേഷം റെക്കോർഡ് ചെയ്യണമെന്ന്. അതിൻ്റെ അർത്ഥം സ്തോത്രം നമ്മുടെ ഉത്തരവാദിത്വമാണ് കർത്താവിനോട് ചെന്ന് കാര്യങ്ങൾ പറയുക എന്നുള്ളത്. നമ്മുടെ ആവശ്യങ്ങൾ പറഞ്ഞു കഴിയുമ്പോൾ ഒരു ദിവ്യ സമാധാനത്താൽ നാം നിറയപ്പെടും. ഹല്ലേലൂയ. നമുക്ക് സന്തോഷത്തിന് വേണ്ടിയുള്ളത് കർത്താവ് ഒരുക്കിയിരിക്കും. അതുകൊണ്ട് കർത്താവിൻ്റെ സന്നിധിയിൽ സ്തോത്രം ആവശ്യങ്ങൾ സ്തോത്രത്തോടെ പറയാൻ ഈ ചിന്ത കാരണമായി തീരട്ടെ എന്ന് പറഞ്ഞ് ഞാൻ ജനത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവേ, പരിശുദ്ധ പിതാവേ, ആ പാദപീഠത്തിലേക്ക് അടുക്കുന്നു. ഞങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടെ അങ്ങോട്ട് അറിയിക്കാൻ ഞങ്ങളോട് പറഞ്ഞിരിക്കുന്ന വാക്ക് നിമിത്തം സ്തോത്രം ചെയ്തു. അങ്ങനെ അറിയിക്കുമ്പോൾ ഞങ്ങൾ ഹൃദയത്തിൽ നിറയുന്ന ഒരു ദിവ്യ സമാധാനമുണ്ടല്ലോ. ആ സമാധാനത്താൽ അങ്ങ് ഞങ്ങളെ നിറയ്ക്കും എന്നുള്ളത് കൊണ്ടും സ്തോത്രം ചെയ്തു. ദിനത്തെ വചനം വെച്ച് അനുഗ്രഹിക്കണം. ഈ പ്രഭാതങ്ങൾ ഹല്ലേലൂയ, ഇന്നത്തെ ദിനം മുഴുവൻ ഞങ്ങൾക്ക് അനുഗ്രഹത്തിന് ദിനമാകണം. മഹത്വം അങ്ങയ്ക്ക് യേശു ക്രിസ്തുവിന്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ. ആമേൻ.